ഹരേ കൃഷ്ണ. എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം. അടിയൻ്റെ വിനീതമായ നമസ്കാരം. നമുക്ക് ഇന്നത്തെ സത്സംഗം ആരംഭിക്കാം. ഇന്ന് ശ്രീമദ് ഭാഗവതം എടുക്കാമെന്നാണ് കരുതിയത്. പക്ഷേ നമുക്ക് ഇന്നലെ ജേർണി ഹോം തുടങ്ങിയതുകൊണ്ട് ഇന്നും കൂടെ ജേർണി ഹോം എടുക്കാം. എന്നിട്ട് വൈകുന്നേരത്തെ ജേർണി ഹോം എടുത്തതിന് ശേഷം പിന്നെ നമുക്കൊന്ന് റൂട്ടീനായി കഴിഞ്ഞാൽ ശ്രീമദ് ഭാഗവതം വീണ്ടും രാവിലത്തേക്ക് മാറ്റാം കേട്ടോ. ഹരേ കൃഷ്ണ. ഒരു മിനിറ്റ്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തഥോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമശ്ലോകേ മുക്തിർഭവതി നൈഷ്ഠികേ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഓം ജ്ഞാനതിമിരന്തസ്യ ജ്ഞാനാഞ്ജനശലാഘായ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരുവേ നമഃ. ശ്രീചൈതന്യമനോവിഷ്ണം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാമഹ്യം ദദാതി സ്വപദാന്തികം. ദേഹം ശ്രീഗുരോം ശ്രീയുതാപദകമലം ശ്രീഗുരോം വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഗണരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനാസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഗണലളിതാ ശ്രീവിശാഖാന്വിതം. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാക സ്വാമിനിധി നാമിനി നമാചാര്യപാദായ നിതായ കൃപപ്രദായിനി ഗൗരകഥാദാമദായ നഗരഗ്രാമധാരിണി. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനി നമസ്തേ സാരസ്വതേ ദേവി ഗൗരവാണി പ്രചാരിണി നിർവിശേഷശൂന്യവാദി പാശ്ചാത്യദേശധാരിണി. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിസിദ്ധാന്ത സരസ്വതീ നാമിനി ശ്രീഭാഷമാനവി ദേവി ദൈതായ കൃപാബ്ദേ കൃഷ്ണസംബന്ധ വിജ്ഞാനദായിനി പ്രഭവേ നമഃ. മാധുർജലപ്രേമാഢ്യ ശ്രീരൂപാനുഗഭക്തിദ ശ്രീഗൗരകരുണാ ശക്തി വിഗ്രഹായ നമോസ്തുതേ. നമസ്തേ ഗൗരവാണി ശ്രീമതേ ദേവതാരിണി രൂപാനുഗവിരുദ്ധസിദ്ധാന്തദ്വന്ദ്വഹാരിണി. നമോ ഗൗരകിശോരായ സാക്ഷാത് വൈരാഗ്യമൂർത്തയേ വിപ്ലവംബരസാന്ത്വനേ കാലാംബുജായ. നമോ ഭക്തിവിനോദായ സച്ചിദാനന്ദനാമിനി ഗൗരശക്തിസ്വരൂപായ രൂപാനുഗവരായ. ഗൗരാവിർഭാവഭൂമേസ്തം നിർദ്ദിഷ്ട സജ്ജനപ്രിയ വൈഷ്ണവസ്വരൂപഭൗമ ശ്രീജഗന്നാഥായ തേ നമഃ. നമോ മഹാവദന്യായ കൃഷ്ണപ്രേമപ്രദായിതേ കൃഷ്ണായ കൃഷ്ണചൈതന്യനാമിനി ഗൗരസ്യ പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപസ്വരൂപം ഭക്താവതാരം ഭക്താഭ്യശക്തി. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമസ്തേ. ജയതാം ശ്രുതോ പങ്കോർമമോന്തമതേർഗതിമത്സർവസ്വപാദാംബോജോ രാധാമദർമോ ദിവ്യവൃന്ദാരണ്യകൽപദ്രുമദ ശ്രീമത് രത്നാകര സിംഹാസനസ്തു ശ്രീമദ് രാധാ ശ്രീലഗോവിന്ദദേവോ പ്രേഷ്ഠരവിസേവ്യമാനുസ്വരം. ശ്രീമൻ രാസരസാരംഭി വംശീവടത്തരസ്ഥിതം കർഷൻ വേണുസ്വനീർ ഗോപിർ ഗോപിനാഥ ശ്രീസ്തം തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനീശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസദി ഗൗരഭക്ത. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം രാം ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം രാം രാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാം രാം രാം. മുഖം കരോതി വാചാലം പങ്കം ലങ്കായതി ഗിരിം യത്കൃപാതുമഹമംഗേ ശ്രീഗുരും ദീനതാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യമീശ്വരം. ഹരി ഓം തത്സത്. നമുക്ക് ആരംഭിക്കാം. ഇന്ന് നമ്മൾ ജേർണി ഹോം എന്ന് പറയുന്ന ബുക്ക് പരംപൂജ്യ രാധാനാഥ് സ്വാമി മഹാരാജ് പ്രഭുപാജിയുടെ ശിഷ്യനായ പരംപൂജ്യ രാധാനാഥ് സ്വാമി മഹാരാജിൻ്റെ ആത്മകഥയാണ്. അതാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അദ്ദേഹം എങ്ങനെ ഭക്തിമാർഗത്തിലേക്ക് വന്നു. 19ാമത്തെ വയസ്സ് മുതൽ അദ്ദേഹത്തിൻ്റെ യാത്ര ആരംഭിച്ചതാണ്. അദ്ദേഹം പല പല സ്ഥലങ്ങളിലൂടെയും യാത്ര ചെയ്ത് ഒടുവിൽ ഭാരതത്തിലെത്തുകയാണ്. ഭാരതത്തിലെ ഹിമാലയ പ്രദേശങ്ങളിലൊക്കെ യാത്ര ചെയ്ത് ഒടുവിൽ
അദ്ദേഹത്തിൻ്റെ ഗുരുവിനെ കാണുന്നതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഒരുപാട് യോഗികളെയൊക്കെ കാണുന്നുണ്ട്. വളരെ രസകരമായിട്ടുള്ള ഒരു യാത്രയാണ്. ഇന്നലെ വരെ നമ്മൾ പഠിച്ചത് അദ്ദേഹം പശുപതിനാഥ് ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഉണ്ടായ സംഭവ വികാസങ്ങൾ, അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തെ കാര്യങ്ങളാണ് പറയുന്നത്. അദ്ദേഹം 13 വയസ്സുള്ളപ്പോൾ ജൂതമതത്തിൻ്റെ പ്രാർത്ഥനാ പദ്ധതികളൊക്കെ പഠിക്കുകയും എന്നിട്ട് ആ പുരോഹിതൻ പറഞ്ഞു കൊടുക്കുകയാണ്. പുരോഹിതനോട് റിച്ചർഡ് എന്ന് പറഞ്ഞാൽ രാംനാഥ് മഹാരാജ്, അദ്ദേഹം ആദ്യം ജൂതവംശജനായിരുന്നു. അന്നേരം അദ്ദേഹം എങ്ങനെയാണ് ചോദ്യങ്ങൾ ചോദിച്ചത്, എങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കണം, അതിനെക്കുറിച്ച് വിശദമായിട്ട് നമ്മൾ പഠിച്ചു. എന്താണ് നമ്മുടെ വികാരങ്ങളെ നമ്മൾ നിയന്ത്രിക്കാൻ പഠിച്ചിരിക്കണം. നമുക്കൊരു ബുദ്ധിമുട്ടുകൾ, തടസ്സങ്ങൾ വരുമ്പോൾ നമ്മൾ ഈശ്വരനെ പ്രാർത്ഥിക്കണം. ഇതിനു വേണ്ടി ആ തടസ്സങ്ങളെ മറികടക്കാൻ വേണ്ടി. പിന്നെ അതുകൂടാതെ നമുക്ക് ഈശ്വരനെക്കുറിച്ചുള്ള വിശ്വാസത്തെ വർദ്ധിപ്പിക്കാൻ ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങളെയും മാറ്റി പരമോന്നത ഈശ്വരനെ പൂർണ്ണമായിട്ടും ആശ്രയിക്കാനുള്ള അതിനു വേണ്ടിയായിരിക്കും നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, അല്ലാതെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയായിരിക്കരുത് എന്ന് ഇവിടെ പറയുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നെ ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ ഭക്തരെക്കുറിച്ചുള്ള ചരിതമാണ് ഭാഗവതം. അന്നേരം ഇദ്ദേഹം രാംനാഥ് മഹാരാജിൻ്റെ ഈ ഗ്രന്ഥം വായിക്കുന്നതും ഭാഗവതം തന്നെയാണ്. അത് ഭഗവാനും ഇഷ്ടപ്പെടും. എന്നാലും നമ്മൾ മിക്കവാറും നാളെ മുതൽ ശ്രീമദ് ഭാഗവതം സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. രാവിലെ ശ്രീമദ് ഭാഗവതവും വൈകുന്നേരത്ത് നമ്മൾ ഈ ജേർണി ഹോം ബുക്കും ആയിരിക്കും കേട്ടോ. അടുത്ത ഭാഗം ആരംഭിക്കുകയാണ്, ജേർണി ഹോം എന്ന് പറയുന്ന ഗ്രന്ഥം. അന്നേരം ഒരു അമേരിക്കക്കാരൻ്റെ ആത്മീയ യാത്ര, അതാണ് നമ്മൾ മലയാളത്തിലേക്ക് ഇതിൻ്റെ ടൈറ്റിൽ മാറ്റുന്നത്. ഇത് മലയാളത്തിലും ഈ ഗ്രന്ഥം ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അത് പബ്ലിഷ് ചെയ്യുന്നില്ല. കാരണം അതിൻ്റെ ആ ബുക്കിനെ കുറിച്ച് എല്ലാവർക്കും അറിവില്ലാത്തതുകൊണ്ട് ആരും അത്ര പ്രൊമോട്ട് ചെയ്തില്ല. അന്നേരം കഴിഞ്ഞ വർഷം ഈ ബുക്ക് പ്രിൻ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മുടെ സത്സംഗത്തിലുള്ള പല ഭക്തരുമാണ് അത് മേടിച്ചത്. ഞാൻ തന്നെ അത് പറഞ്ഞിട്ടാണ്. അന്നേരം അന്നൊന്നും നമുക്ക് ഈ ബുക്ക് ഇങ്ങനെ വായിക്കാനുള്ള അവസരം കിട്ടിയില്ല. ഇപ്പോൾ നമുക്ക് എന്തായാലും ഒരുമിച്ചിരുന്ന് വായിക്കാം. ഓക്കെ, എന്നിട്ട് ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് വീണ്ടും വായിക്കാനുള്ള ഒരു പ്രചോദനം ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ നന്നായിരിക്കും. തുടങ്ങാം. റിച്ചർഡ് പറയുന്നു, അദ്ദേഹത്തിൻ്റെ 13ാമത്തെ വയസ്സിൽ ഇദ്ദേഹത്തിൻ്റെ മൂത്ത സഹോദരനായ മാർട്ടി പീറ്റർ റോൾ മേരി എന്ന് പറയുന്ന ഒരു പാട്ടുകാരുടെ ആൽബം കൊടുത്തു. ആ ആൽബത്തിൽ യുദ്ധത്തിനെതിരെയും പകാവിദ്വേഷം, പിന്നെ ജാതിയുടെ അടിസ്ഥാനത്തിലും അതിലെല്ലാം എതിരായിട്ടായിരുന്നു ആ പാട്ടുകളൊക്കെ. അതായത് കറുത്ത വംശജർ, വെളുത്ത വംശജർ, അങ്ങനെയൊക്കെ പറഞ്ഞ് പല പല വിദ്വേഷം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും അതിനകത്ത് ഈശ്വരനെ കുറിച്ചുള്ള ചില വരികളുണ്ടായിരുന്നു ആ പാട്ടുകൾ. അത് ഇദ്ദേഹത്തിനെ വളരെയധികം ആകർഷിച്ചു. അത് ശ്രദ്ധയോടുകൂടി കേൾക്കാൻ വേണ്ടി ഇദ്ദേഹം കണ്ണടച്ച് അതിലെ ഓരോ വരികളും, ഈശ്വരനെ കുറിച്ച് പറയുന്ന ഓരോ വരികളും ശ്രദ്ധിച്ച് കേൾക്കും. അന്നേരം അതിൻ്റെ തുടക്കത്തെ വരികൾ ഇങ്ങനെയാണ്: അതിരാവിലെ ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു, എന്നെ അങ്ങ് സഹായിക്കണം, എനിക്ക് എൻ്റെ വഴി തെളിയിച്ചു തരണം എന്നാണ് അതിൻ്റെ ആദ്യത്തെ വരികൾ. അന്നേരം ആ വരികൾ കേൾക്കുമ്പോൾ വീണ്ടും വീണ്ടും ഈ പ്രാർത്ഥന ഇദ്ദേഹത്തിൻ്റെ ഉള്ളിലങ്ങ് ഉറച്ചു. അതായത് അദ്ദേഹം കേട്ട ആ പാട്ടിലെ, ആ ആൽബമിലെ ഒരു വരികളാണ്. അതായത് രാവിലെ ഉണർന്നെഴുന്നേറ്റപ്പോൾ ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിച്ചു, ഭഗവാനെ ഇന്നത്തെ യാത്ര എങ്ങോട്ടായിരിക്കണം, എൻ്റെ ജീവിതം ഞാൻ എങ്ങോട്ടാണ് കൊണ്ടുപോകേണ്ടത്, എന്നെ വഴികാട്ടിയാകൂ എന്നുള്ളൊരു പ്രാർത്ഥനയായിരുന്നു. അതായത് ആ പ്രാർത്ഥന തന്നെ റിച്ചർഡ് സ്വീകരിച്ചു. എന്നിട്ട് പൊതുവെ കുട്ടിക്കാലം മുതലേ ആർഭാട ജീവിതത്തിൽ റിച്ചർഡിന് ഒട്ടും താല്പര്യമില്ലായിരുന്നു.
എന്നാൽ അദ്ദേഹം ആ രീതിയിലുള്ള പാട്ടുകളായിരുന്നു കൂടുതലും കേൾക്കുന്നത്. അതായത് ഈ സമൂഹത്തിൽ നടക്കുന്ന അനീതിയും അധർമ്മത്തിനും എതിരെയുള്ള പാട്ടുകൾ. അങ്ങനെ പല രീതിയിലുള്ള പാട്ടുകളും ഇദ്ദേഹം കേട്ട് ഇദ്ദേഹത്തിന് ഭഗവാനെക്കുറിച്ചും സമൂഹത്തിൻ്റെ ദുഃഖങ്ങളെക്കുറിച്ചും ഉള്ള ഒരു ബോധം വളരെ ശക്തമായി. എന്നിട്ട് നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ നമ്മുടെ കുട്ടികളെ എങ്ങനെയാണ് വളർത്തേണ്ടത്. കുട്ടിക്കാലം മുതലേ റിച്ചാർഡിൻ്റെ അമ്മ എപ്പോഴും കൃതജ്ഞത ഉണ്ടാകണം, നന്ദി ഉണ്ടായിരിക്കണം എന്നാണ് ആദ്യം പഠിപ്പിച്ചത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊരു വസ്തു ലഭിച്ചാലും താങ്ക് യു പറയൂ, നന്ദി പറയൂ, ഈശ്വരനോട് നന്ദി പറയൂ, പ്രാർത്ഥന. ഇതൊക്കെ കുട്ടിക്കാലം മുതലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, റിച്ചാർഡ് എന്ന് പറയുന്നത് സാധാരണ ഒരു വ്യക്തിയല്ല. പക്ഷെ എന്നിരുന്നാലും ആ കുട്ടിയെ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ വളരാൻ ഒരു സാഹചര്യം അനുവദിച്ചു കൊടുത്തത് അച്ഛനമ്മമാരാണ്. അന്നേരം ആ സാഹചര്യം നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കണം. കുട്ടികൾ അത് സ്വീകരിച്ചാലും ഇല്ലെങ്കിലും. അതായത് ഇംഗ്ലീഷിലൊരു പഴഞ്ചൊല്ലുണ്ട്, എന്താണ്, സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ്. ഒന്നുമില്ലാത്തതിനെക്കാട്ടി നല്ലതാണ് എന്തെങ്കിലും ഉള്ളത്. അന്നേരം നമ്മൾ കുറച്ചെങ്കിലും ഇങ്ങനെയുള്ള മൂല്യങ്ങൾ നമ്മുടെ കുട്ടികളെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും. നമ്മളത് വളരെ നിസ്സാരമായിട്ട് അതിനെ കാണും, പക്ഷേ അതിന് വലിയ വലിയ എഫക്റ്റ് ഉണ്ടാവും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അന്നേരം കുട്ടിക്കാലം മുതലേ ആ ഒരു ലളിതമായിട്ടുള്ള ജീവിതത്തിൽ റിച്ചാർഡിന് താല്പര്യമുണ്ട്. അച്ഛനമ്മമാർ ആ രീതിയിലാണ് റിച്ചാർഡിനെ വളർത്തിയത്. പ്രത്യേകിച്ച് ഈശ്വരനുമായിട്ടുള്ള ഒരു സാമീപ്യം എപ്പോഴും അന്വേഷിക്കുന്ന രീതിയിലായിരുന്നു ആ കുട്ടിയുടെ ഒരു സ്വഭാവം. അങ്ങനെ ആ പാട്ടുകൾ പലതും കേൾക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീര് വരും. ഈശ്വരനെ കുറിച്ച് വർണ്ണിക്കുന്ന അദ്ദേഹം ഉള്ളിൽ ചിന്തിക്കും, എനിക്കെന്തോ നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഞാൻ ആരെയോ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, ആ വ്യക്തിയെ ഞാൻ എങ്ങനെ കാണും എന്ന് റിച്ചാർഡ് ചിന്തിച്ചിരുന്നു. പൊതുവെ റിച്ചാർഡ് പറയുന്നു, അദ്ദേഹം വളരെ സ്വന്തം സ്വഭാവത്തെക്കുറിച്ചും പെരുമാറ്റത്തെക്കുറിച്ചും എപ്പോഴും ഒരു ആത്മപരിശോധന നടത്തുന്ന വ്യക്തിയാണ്. പൊതുവെ മറ്റുള്ള ഒരു ജനക്കൂട്ടത്തിൻ്റെ ഇടയിലൊക്കെ പോകാൻ അത്ര താല്പര്യമില്ലാത്ത വ്യക്തിയാണ്. കാരണം വളരെ മനസ്സിലായല്ലോ, വളരെ ഒരു സാധുവാണ് നമ്മുടെ റിച്ചാർഡ് എന്ന് പറയുന്നത്. മറ്റുള്ളവർക്ക് വിഷമമാകുമോ, മറ്റുള്ളവർ എന്ത് കരുതുന്നു എന്ന് വളരെയധികം ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു റിച്ചാർഡ്. ഇവിടെ പറയുന്നു 1965 ഇദ്ദേഹത്തിന് 14 വയസ്സുള്ളപ്പോൾ ഇദ്ദേഹം ഹൈസ്കൂളിൽ പോയി. അവിടെ റിച്ചാർഡിൻ്റെ ചേട്ടൻ ഗ്രാജുവേഷൻ കഴിഞ്ഞതേ ഉള്ളായിരുന്നു. അന്നേരം റിച്ചാർഡിൻ്റെ ചേട്ടനും പൊതുവെ വലിയൊരു സാധുവിനെ പോലെ തന്നെയായിരുന്നു, വളരെ സത്സ്വഭാവിയായിരുന്നു. അതുകൊണ്ട് എല്ലാവരും അദ്ദേഹത്തെ സ്വാമി സ്വാമി എന്നുള്ള രീതിയിലാണ് വിളിക്കുന്നത്. അന്നേരം റിച്ചാർഡിനെ കണ്ടപ്പോൾ എല്ലാവരും വിചാരിച്ചു, ഇതാ വീണ്ടും ഒരു സ്വാമി വന്നിരിക്കുന്നു. കാരണം മൂത്ത ചേട്ടൻ പോയതിനു ശേഷം അനിയൻ വന്നപ്പോൾ അനിയൻ്റെ സ്വഭാവം കണ്ടിട്ടും ടീച്ചർമാരെല്ലാവരും പറയുന്നു, ഇതാ വീണ്ടും ഒരു സ്വാമി വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ദിവസം മുതലേ റിച്ചാർഡിന് ഒരു പേര് കിട്ടി, കുട്ടിസ്വാമി എന്ന്. പക്ഷെ ആ പേര് റിച്ചാർഡിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് തറച്ചു എന്നുള്ളതാണ്. അങ്ങനെ പഠിത്തം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് സ്പോർട്സിലും അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടായിരുന്നു. ഇദ്ദേഹം ഗുസ്തി മത്സരത്തിലൊക്കെ പങ്കെടുക്കുമായിരുന്നു. അന്നേരം റിച്ചാർഡ് പറയുന്നു, ഇദ്ദേഹത്തിന് ഒരുപാട് കഴിവുകളുണ്ടെന്ന് അദ്ദേഹത്തിന് അങ്ങനെ ഒരു വാദം പുറപ്പെടുപ്പിക്കുന്നില്ല. പക്ഷെ എന്നാലും അദ്ദേഹം പറയുന്നു, ഏതൊരു കാര്യത്തിലും മനസ്സ് വെച്ചു കഴിഞ്ഞാൽ ആ കാര്യത്തിൽ വിജയിക്കാൻ അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അന്നേരം റിച്ചാർഡിനെ പഠിപ്പിക്കുന്ന കോച്ചും അവിടുത്തെ കൂട്ടത്തിലുള്ള മറ്റ് ടീം അംഗങ്ങളും എപ്പോഴും വിചാരിച്ചു, തീർച്ചയായിട്ടും റിച്ചാർഡ് മുന്നോട്ട്
സ്കൂളിൻ്റെ വലിയൊരു ചാമ്പ്യൻ ആവും എന്ന് വിചാരിച്ചിരുന്നു. അന്നേരം ആദ്യമൊക്കെ റിച്ചർഡിന് ഇതൊക്കെ വലിയ ഇഷ്ടമായിരുന്നു. അന്നേരം നേരത്തെ പറഞ്ഞതുപോലെ ഏതൊരു കാര്യത്തിലും റിച്ചർഡ് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ അതിൽ വിജയിക്കാം. സ്കോളർഷിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിൽ എന്തെങ്കിലും. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ എന്തോ ഒരു മാറ്റം വന്നുകൊണ്ടേയിരിക്കുന്നു. ഇദ്ദേഹം സമ്പത്ത്, കീർത്തി, ഈ ആൾക്കാരുടെ ബഹുമതിക്ക് അപ്പുറത്തായിട്ട് എന്തോ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അന്നേരം ഇവിടെ ഇദ്ദേഹം വിചാരിച്ചു, ആഫ്രിക്കയിൽ നിന്ന് ആഫ്രിക്കൻ വംശജരായിട്ടുള്ള അമേരിക്കക്കാർ, അതായത് കറുത്ത വംശജരായിട്ട് കാണപ്പെടുന്ന ഒരുപാട് പാവപ്പെട്ട ആൾക്കാരെ ഒരുപാട് ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അന്നത്തെ അമേരിക്കയിൽ. അതൊക്കെ കാണുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു തോന്നൽ വരും, അവരിത്രയും ദുഃഖം അനുഭവിക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് ഇവിടെ ഈ കുസ്തിയൊക്കെ മത്സരിച്ച് സ്പോർട്സിലൊക്കെ വിജയിച്ചിട്ട് സന്തോഷിക്കാൻ കഴിയുക? കാരണം അവരും എൻ്റെ കൂട്ടുകാർ തന്നെയല്ലേ. പിന്നെ ആ സമയത്ത് വിയറ്റ്നാം രാജ്യമായിട്ട് യുദ്ധം നടക്കുന്ന സമയമാണ്. എന്നിട്ട് ഒരു കാരണവും ഇല്ലാതെ ചെറുപ്പക്കാരായിട്ടുള്ള അമേരിക്കക്കാരന്മാരെ എല്ലാവരെയും യുദ്ധത്തിന് വേണ്ടി കൊണ്ടുപോവുകയാണ്. ഒരു കാര്യമില്ലാതെ അവരുടെ ജീവൻ പോവുകയാണ്. എന്നാൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഈ 14 വയസ്സുള്ള റിച്ചർഡിൻ്റെ ഉള്ളിൽ എപ്പോഴും വരികയാണ്. അത് എപ്പോഴും ചിന്തിക്കും, ഇതൊക്കെ ശരിയാണോ? മറ്റുള്ളവർ ഇങ്ങനെ ദുഃഖം അനുഭവിക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് സുഖിച്ചു കഴിയുക എന്നത്. അങ്ങനെ ഇദ്ദേഹം എപ്പോഴും ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ ഇദ്ദേഹത്തിന് മാർട്ടിൻ ലൂഥർ കിങ് കേട്ടിട്ടുണ്ടോ? നിങ്ങൾ ഹിസ്റ്ററി പഠിക്കുമ്പോൾ കേട്ടാണ്. അതായത് അമേരിക്കയിൽ ഉണ്ടായിരുന്ന കറുത്ത വംശജർക്കെതിരെ നടന്ന അനീതി, അധർമ്മത്തിനെതിരെ ഏറ്റവും കൂടുതൽ പോരാടിയ ഒരു വ്യക്തിയാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ വചനങ്ങളൊക്കെ ഇദ്ദേഹത്തിന് വലിയ ഇൻസ്പിറേഷനായിരുന്നു. അദ്ദേഹം എപ്പോഴും കേട്ടുകൊണ്ടേയിരിക്കുമായിരുന്നു. അന്നേരം റിച്ചർഡിൻ്റെ കൂട്ടുകാരനായ ഗാരി ബെസോൺ ആ രണ്ട് കൂട്ടുകാരുമായിട്ട് ഇവർ ഒരു കാറ് കഴുകുന്ന കടയിലേക്ക് ജോലിക്ക് പോയി. അതായത് സ്കൂൾ കഴിഞ്ഞതിന് ശേഷം അവർ നേരെ കാറ് കഴുകുന്ന ആ കടയിലേക്ക് പോകും. എന്നിട്ട് അവിടെ കാറ് കഴുകി അവിടെ ജോലി ചെയ്തിട്ട്, അതായത് പാർട്ട് ടൈമായിട്ട് ജോലി ചെയ്യും. എന്നിട്ട് വെക്കേഷൻ ടൈമിൽ ഫുള്ളായിട്ട് ജോലി ചെയ്യും. ഇത് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. പെൺകുട്ടികൾ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ആൺകുട്ടികൾ. ഇത് ഇന്നത്തെ പൊതുവെ നമ്മുടെ ഇന്ത്യയിലുള്ള ഒരു ഫാമിലി ട്രഡീഷൻ അനുസരിച്ച് കുട്ടികളെ ജോലിക്ക് വിടാറില്ല. പൊതുവെ നമ്മൾ അവരെ പഠിപ്പിച്ച് ഇങ്ങനെ ഇരുത്തുവാണ്. പക്ഷേ ഒരു 15-16 വയസ്സൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു 18 വയസ്സ് കഴിഞ്ഞാൽ അവരെ അവരുടെ സ്വന്തം കാലിൽ നിർത്താൻ നമ്മൾ പഠിപ്പിക്കണം. ഒരു ചെറിയ ജോലിയാണെങ്കിൽ അവർ ചെയ്തിട്ട് അതിനോടൊപ്പം പഠിക്കുമ്പോഴാണ് അത് കറക്റ്റാവുന്നത്. കാരണം പ്രത്യേകിച്ച് യുവാക്കളുടെ ഉള്ളിൽ ഒരുപാട് എനർജിയുണ്ട്. ആ എനർജിയെ നമ്മൾ ശരിയായിട്ടുള്ള രീതിയിൽ അതിനെ ചാനലൈസ് ചെയ്തില്ല എങ്കിൽ അവർ മടിയന്മാരായിപ്പോകും, സുഖലോലുപരായിപ്പോകും. അത് നമ്മൾ വിദേശ രാജ്യത്തിൽ നിന്ന് പഠിക്കേണ്ട ഒരു കൾച്ചറാണ്. ഒരുപാട് തെറ്റുകൾ, അവരുടെ കൾച്ചറൊക്കെ വളരെ മോശമായിട്ട് നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും അവരുടെ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. കാരണം അവർ ഒരു പക്വതയൊക്കെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവരായിട്ട് തന്നെ ജോലി ചെയ്യുന്നുള്ളതാണ്. മനസ്സിലാവുന്നുണ്ടോ? അവരെവിടെയെങ്കിലും ഒരു ജോലി അന്വേഷിച്ച് അത് എന്തെങ്കിലും ഒരു ഇൻകം കിട്ടിയാൽ അത്രത്തോളം അത് പഠിത്തത്തിന് ഉപയോഗമാകും. അല്ലാതെ അച്ഛനമ്മമാർ തന്നെ എല്ലാ കാശും ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്ന കുട്ടികൾ അഹങ്കാരികളായിട്ട് മാറും. ആ കാശിൻ്റെ വില അവർക്ക് മനസ്സിലാവും. ആൺകുട്ടികൾ പ്രത്യേകിച്ചും. എന്നാൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും, റിച്ചർഡും പറയുന്നു അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനും കാറ് കഴുകാൻ പോയിട്ടുണ്ട്. അന്നേരം നമ്മുടെ നാട്ടിൽ എന്താ സംഭവിക്കുന്നത്, ഈ ചെറുപ്രായത്തിലെ ആ ജോലി ചെയ്യാനുള്ള പരിശീലനം ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഗ്രാജുവേഷൻ കഴിഞ്ഞാലും ജോലി ചെയ്യാൻ മടിയായിരിക്കും. വലിയ ജോലിയും വലിയ സാലറിയും വലിയ പൊസിഷനും കിട്ടിയാലേ ജോലിക്ക് പോകൂ എന്നൊരു നിർബന്ധ ബുദ്ധി ഉള്ളിൽ വരികയാണ്. ഇനി ഏതെങ്കിലും ഒരു ജോലിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എത്ര സാലറി, അവിടെ നമുക്ക് അച്ഛനും പറയാം, അതിനൊന്നും നീ പോകണ്ട, നിനക്കൊരു PSC ജോലി, ഒരു ഗവൺമെൻറ് ജോലി കിട്ടിയിട്ട് നീ പോയാൽ മതി. അത് നാണക്കേടാണ് അവിടെ എവിടെയും ജോലിക്ക് പോകുന്നത്. അന്നേരം നമ്മളാണ് കുട്ടികളെ ചീത്തയാക്കുന്നത് സത്യം പറഞ്ഞു. അന്നേരം ഇവിടെയും നമുക്ക് കാണാൻ പറ്റും,
ഈ പ്രായത്തിൽ തന്നെ റിച്ചാർഡ് 14 വയസ്സുള്ളപ്പോൾ ഒന്നാലോചിച്ച് നോക്കണം, സ്കൂള് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു മാതാജി പറയുന്നത്, ഇഫ് ദേ സ്റ്റാർട്ട് മേക്കിംഗ് മണി സ്റ്റഡി വിൽ ബി അഫക്റ്റഡ്, ദാറ്റ്സ് വാട്ട് വി ഫീൽ. സി കണ്ടിന്യൂസ്ലി സ്റ്റഡിങ്, ഐ ഡോണ്ട് തിങ്ക് സോ ദേ ആർ സ്റ്റഡിങ്. ഇപ്പോൾ ഓക്കെ 6 hours സ്ലീപ്പ്, 18 hours ക്യാൻ സംബഡി സ്റ്റഡി? ഒരിക്കലും ഇല്ല. 18 മണിക്കൂർ ആരെങ്കിലും പഠിക്കുമോ? ഒരിക്കലും ഇല്ല. മാക്സിമം ഒരു കുട്ടിക്ക് പഠിക്കാൻ പറ്റും, നന്നായി പഠിക്കുന്ന കുട്ടിയാണെങ്കിലും എനിക്ക് തോന്നുന്നു നന്നായി പഠിക്കുന്ന ഒരു 4 മണിക്കൂർ അങ്ങനെ ആയിരിക്കും. ബാക്കി സമയം എന്തായിരിക്കും ചെയ്യുന്നത്? ഈ സ്കൂളിൻ്റെ ടൈമും അതെല്ലാം വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ പോലും നമുക്ക് ഇനിയും സമയമുണ്ട്. അന്നേരം ആ സമയം വെറുതെ കളയാതെ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് വെറുതെ കളയാതെ അവർ പുറം ലോകമായിട്ടൊരു ഇൻട്രാക്ഷൻ ഉള്ളത് ഏറ്റവും നല്ലതാണ്. നമ്മൾ അവരെ ഇങ്ങനെ ഇങ്ങനെ സംരക്ഷിച്ച് പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നൊരു സമയത്ത് പുറം ലോകത്ത് പോകുമ്പോൾ 2 പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്. ഒന്ന്, ഇത്രയും കാലം കിട്ടാത്ത ഫ്രീഡം കിട്ടുമ്പോൾ പുറം ലോകത്ത് കണ്ടതിൻ്റെ ആ ഒരു ആസ്വാദനത്തിനുള്ള ആക്രാന്തം കൂടും. പിന്നെ എന്തോ പറയുന്നത്, കുറേ പ്രശ്നങ്ങളുണ്ട്. നമ്മൾ തന്നെ ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഒരു മാതാജി പറയുന്നത് US കിഡ്സ് വർക്ക് ഫ്രം ഹൈസ്കൂൾ ഓൺവേർഡ്സ്. അതെ, അതാണ് ഇവിടെയും നമുക്ക് കാണാൻ പറ്റുന്നത്. അതിൻ്റേതായിട്ടുള്ള ഒരു പക്വത അവർക്ക് കാണുന്നുണ്ട്. നമ്മൾ ആ 14 വയസ്സ് മുതലേ അവരാ കാര്യപ്രാപ്തിയിലേക്ക് എത്തും എന്നുള്ളതാണ്. എന്തെങ്കിലും ഒരു ജോലി അവർ ചെയ്യണം. അത് വീട്ടിലെ ജോലിയാണെങ്കിലും മതി, അച്ഛൻ്റെ കാര്യത്തിലാണെങ്കിലും മതി. പക്ഷെ അതിലെന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളെപ്പോഴും മകൻ എന്നുള്ളൊരു ചിന്തയായിരിക്കും. കുട്ടികൾക്കും അതിൻ്റേതായിട്ടുള്ളൊരു സീരിയസ്നെസ് അതിനോട് കാണത്തില്ലെന്നുള്ളതാണ്. പക്ഷെ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ആ ഒരു കൾച്ചർ മാറുന്നുണ്ട്. ഇപ്പം കുറേ മാറിയിട്ടുണ്ട്. ഇപ്പം കുട്ടികൾ +1 +2 ആകുമ്പോഴേ ജോലിക്കൊക്കെ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. പാർട്ട് ടൈം എവിടെയെങ്കിലും കേറ്ററിങ്ങിന് സർവ് ചെയ്യാനായിട്ട് പോകും. ഒരു മാതാജി പറയുന്നത് ചൈൽഡ് ലേബർ എന്ന് പറഞ്ഞ് കേസാക്കും. ഇത് ചൈൽഡ് ലേബർ അല്ലല്ലോ, കൊച്ചുകുട്ടിയല്ലല്ലോ ഇത്. ഈ 12 വയസ്സിന് താഴെയുള്ള കുട്ടിയൊന്നും അല്ലല്ലോ. എന്തോ ഒരു മിനിറ്റ് വേണം. ചൈൽഡ് ലേബർ എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് താല്പര്യം ഇല്ലാതെ നിർബന്ധിപ്പിച്ച് ജോലി ചെയ്യുന്ന, അതും ചെറുപ്രായത്തിൽ ഒരു 12 വയസ്സുള്ളപ്പോഴൊക്കെ. ഇതങ്ങനെയല്ല, മനസ്സിലായല്ലോ. ഒരു 14, 15, 16 വയസ്സെന്ന് പറഞ്ഞാൽ കുട്ടിക്ക് കുറച്ച് പക്വതയാവേണ്ടതാണ് ഈ ലോകമായിട്ടൊരു ബന്ധം. കാരണം കുട്ടികളുടെ ഉള്ളിൽ, ആൺകുട്ടികളുടെ ഉള്ളിൽ ആ സമയത്ത് ഒരുപാട് എനർജി ഉള്ളതാണ്. പെൺകുട്ടികൾക്കും ഉണ്ട്, പക്ഷേ പെൺകുട്ടികൾ അത്ര സേഫ് അല്ല പുറം ലോകത്ത് ആ സമയത്ത് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് അവർ കൂടുതൽ പഠിക്കുന്നതാണ് നല്ലത്. പക്ഷെ ആൺകുട്ടികൾ കുറച്ചും കൂടെ അവർക്ക് പക്വത വരാനും ലോകമായിട്ടുള്ളൊരു പരിചയം വരാനും. പെൺകുട്ടികൾ എന്തെങ്കിലും ഒരു ജോലി ചെയ്യുന്നതിൽ തെറ്റില്ല, പക്ഷെ അവരുടെ സേഫ്റ്റിയും കൂടെ നമ്മൾ നോക്കണം. അന്നേരം അങ്ങനെ കുറച്ച് ആ ഒരു കൾച്ചർ നമുക്ക് കാണാൻ പറ്റുമേ. അന്നേരം ഇവിടെ ഇദ്ദേഹം കാറ് കഴുകാൻ പോകുമായിരുന്നു, ഒന്ന് ആലോചിച്ച് നോക്കും. അന്നേരം അത് വലിയ കാര്യമായിട്ടല്ല പറയുന്നത്. അതായത് ചില സമയത്ത് അച്ഛനും അപ്പൂപ്പനൊക്കെ, നിനക്കറിയാമോ പണ്ടൊക്കെ ഞാൻ കാറ് കഴുകാൻ പോവുമായിരുന്നു, അല്ലെങ്കിൽ ഇവിടെ തൂക്കാൻ പോവുമായിരുന്നു, അങ്ങനെയൊന്നും സംസാരമൊന്നും ഇല്ല. അത് പറയുന്നതിൽ തെറ്റുമില്ല. പക്ഷെ ഞാൻ പറയുന്നത് അവരത് ഒരു നോർമലായിട്ടുള്ളൊരു കാര്യമാണ്. അവിടെ നോർമലായിട്ടുള്ളൊരു കാര്യമാണ്. ഇനി വിദേശ രാജ്യങ്ങളിലാണെങ്കിൽ വീട്ടുജോലിക്ക് ആരെയും കിട്ടത്തുമില്ല. എല്ലാ ജോലികളും അവർ തന്നെയാണ് ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ചോ. അന്നേരം ഇനി തുണി കഴുകുന്നത് കുട്ടികൾ ഒരു പ്രായമായി കഴിഞ്ഞാൽ കുട്ടികൾ അവരവരുടെ തുണി അവരവർ തന്നെയാണ് കഴുകുന്നത്. ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. എനിവേ, നമ്മൾ മുന്നോട്ട് കിടക്കാം. അന്നേരം ഇവിടെ ഗ്യാരി വെക്കേഷൻ ടൈമിൽ ഫുള്ളായിട്ട് ജോലി ചെയ്യും. എന്നിട്ട് എല്ലാ ദിവസവും സ്കൂൾ കഴിഞ്ഞിട്ട് ജോലിക്ക് പോവുകയും ചെയ്തു. അന്നേരം ഇവിടെ പറയുന്നു, നന്നായി പണി ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, നല്ല ഹാർഡ് വർക്കായിരുന്നു, പക്ഷെ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു എന്ന് റിച്ചാർഡ് പറഞ്ഞു. അന്നേരം കൂട്ടത്തിൽ അവിടെ വേറെ ആഫ്രിക്കൻ വംശജരായിട്ടുള്ള ആൾക്കാരും അവിടെ ജോലി ചെയ്യുന്നതായിട്ടൊക്കെ കാണുമായിരുന്നു.
അന്നേരം അവരുമായിട്ട് കൂട്ടത്തിൽ നിൽക്കുമ്പോൾ ഇദ്ദേഹത്തിന് വലിയ സന്തോഷമായിരുന്നു. അന്നേരം ഇവരുടെ ഈ ദുഃഖം, ഇദ്ദേഹത്തെ ഈ ആഫ്രിക്കൻ വംശജരായിട്ടുള്ളവരുടെ അവർക്കെതിരെ നടക്കുന്ന അനീതി, ഇതൊക്കെ എപ്പോഴും റിച്ചാർഡിൻ്റെ ഉള്ളിൽ വലിയൊരു ചോദ്യത്തെ സൃഷ്ടിച്ചിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ റിച്ചാർഡിൻ്റെ വളരെ അടുത്തൊരു സുഹൃത്തുണ്ടായിരുന്നു, 16 വയസ്സുള്ള. ആ പയ്യൻ കാർ ആക്സിഡൻറ്റിൽ മരിച്ചപ്പോൾ റിച്ചാർഡ് ചിന്തിച്ചു, ഞാൻ ആരാണ്, ഞാൻ എങ്ങോട്ടാണ് പോകുന്നത്? അങ്ങനെയൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ റിച്ചാർഡിൻ്റെ ഉള്ളിൽ വന്നു. അന്നേരം റിച്ചാർഡ് കൂടുതലും ഒറ്റയ്ക്കാണ് ഇരിക്കുന്നത്. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴെല്ലാം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. എന്നിട്ട് ഇങ്ങനെ വളരെ വിപ്ലവകരമായിട്ടുള്ള പാട്ടുകൾ കേട്ടുകൊണ്ടേയിരിക്കും. അന്നേരം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്, ഒരു 14-15 വയസ്സുള്ള കുട്ടിയുടെ ഉള്ളിൽ നടക്കുന്ന ചിന്താഗതി. അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം അവരെ വളർത്താൻ. അന്നേരം ആ സമയത്താണ് രാഷ്ട്രീയക്കാരും അവരുടെ സ്വാധീനം അവരുടെ ഉള്ളിൽ നിറയ്ക്കാൻ നോക്കുന്നത്. അന്നേരം ആ സമയത്ത് അവർ ഒരു ആകാംക്ഷയോടെ ഇരിക്കുകയാണ്, ഈ ലോകം എന്താണ് എന്നൊക്കെ. ആ സമയത്ത് അവരുടെ ഉള്ളിൽ ആധ്യാത്മികത നിറഞ്ഞു കഴിഞ്ഞാൽ, തത്വങ്ങൾ, അല്ലാതെ ശ്ലോകങ്ങൾ തത്വമേ പൂച്ച പൂച്ച എന്ന് പറയുന്ന പോലെ പാടുന്നതല്ല, ആ തത്വങ്ങൾ ഉള്ളിൽ കയറിക്കഴിഞ്ഞാൽ അവർ രക്ഷപ്പെടും. ആ ഒരു തത്വം അവരുടെ ഉള്ളിൽ പ്രവേശിച്ചില്ല എങ്കിൽ അവർ അവരവരുടേതായിട്ടുള്ള കുറേ തത്വങ്ങൾ കണ്ടുപിടിക്കും. അത് നിരീശ്വരവാദമാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ വക്താവായിട്ട് മാറും, അല്ലെങ്കിൽ അവരവരുടേതായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും ഒരു സിദ്ധാന്തം കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ട് ആധ്യാത്മികമായിട്ടുള്ള അറിവുകൾ ലഭിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പ്രായമാണ് ഈ കുട്ടിക്കാലം എന്ന് പറയുന്നത്. അവരെ കുട്ടിക്കാലം നമ്മൾ ഇതൊന്നും കൊടുക്കാറില്ല. നമ്മൾ പഠിത്തം മാത്രമാണ് കൊടുക്കാറുള്ളത്. ആധ്യാത്മികതയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലും അവിടെ പ്രാർത്ഥിക്ക്, എടാ ഇത് വായിക്ക്, അത് നമ്മൾ അടുത്തിരുന്ന് പറഞ്ഞു കൊടുക്കാറില്ല. കാരണം എന്താ, നമ്മൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാറില്ല. എന്നിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു സ്വാമിയുടെ ക്ലാസ് കേൾപ്പിക്കും. എന്നിട്ട് ആ സ്വാമിയുടേതായിട്ടുള്ള രീതിയിൽ വലിയ ഉയർന്ന ടോക്സ് ആയിരിക്കും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ എന്നെ പൊക്കി പറയുന്നതല്ല, പക്ഷേ എൻ്റെ ടോക്സ് മാക്സിമം സിമ്പിളാക്കിയിട്ടാണ് ഞാൻ പറയുന്നത്. പക്ഷേ മറ്റ് സ്വാമിമാർ ചിലപ്പോൾ വലിയ കടിച്ചാൽ പൊട്ടാത്ത രീതിയിലൊക്കെ ഒരുപാട് തത്വങ്ങളൊക്കെ ആയിരിക്കും പറയുന്നത്. അന്നേരം അങ്ങനെ പറയുമ്പോൾ കുട്ടികൾക്കൊന്നും മനസ്സിലാവാതെ തലയിൽ കയറത്തില്ല, അവർക്ക് ബോറടിക്കും. അന്നേരം ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അന്നേരം അത് അച്ഛനമ്മമാരാണ് കുട്ടികളുടെ മാനസിക അവസ്ഥയെ മനസ്സിലാക്കി അതിനനുസരിച്ച് അവരുടെ ആവശ്യകതകളെ പൂർത്തീകരിക്കണം. അന്നേരം നമ്മൾ എന്താ ചിന്തിക്കുന്നത്, പഠിപ്പിക്കാൻ നല്ല സ്കൂള്, ട്യൂഷന്, എല്ലാ കാശും കൊടുക്കുക, ഇതാണ് ഡ്യൂട്ടി. അല്ല, അവരുടെ ഇമോഷണൽ നീഡ്സിനെ ഫുൾഫിൽ ചെയ്യണം. അവരൊരു അന്വേഷണത്തിലാണ്. കാരണം ആ ഒരു പ്രായത്തിൽ ഈ ലോകത്തെക്കുറിച്ചുള്ള കുറേ ചോദ്യങ്ങൾ അവരുടെ ഉള്ളിലുണ്ട്. ആ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നമ്മൾ നൽകിയില്ല എങ്കിൽ അവർ അവരവരുടേതായിട്ടുള്ള ഉത്തരങ്ങൾ കണ്ടുപിടിച്ചിട്ട് അത് തന്നെയാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് അവർ കരുതും. ദൈവം ഇത് മനസ്സിലാക്കും. വളരെ ഡേഞ്ചറസ് പ്രായമാണ് ഇത്. 12 മുതൽ അങ്ങോട്ടുള്ള പ്രായം, കുട്ടിക്കാലം മുതലേ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടിരിക്കുന്നു. എന്നാൽ ഇവിടെ ഇദ്ദേഹം ജീവിതത്തിൻ്റെ പല പല ചോദ്യങ്ങൾ ഉള്ളിലിങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അങ്ങനെ പല പാട്ടുകളും അതുമായിട്ട് ബന്ധപ്പെട്ട പാട്ടുകൾ അദ്ദേഹം കേൾക്കാൻ തുടങ്ങി. എന്നിട്ട് അദ്ദേഹം ജോർജ് ഹാരിസൻ്റെ പാട്ടുകൾ കേൾക്കാൻ തുടങ്ങി. അന്നേരം അവിടെ കേട്ടു. അങ്ങനെ പല പല ഈശ്വരനുമായിട്ട് ബന്ധപ്പെട്ട പല പല പാട്ടുകളും കേട്ടു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പാട്ട് അദ്ദേഹം കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ആ വരികൾ വളരെ ഹൃദയത്തിൽ സ്പർശിച്ചു. എന്താണ്? നിന്റെ ആത്മാവിലേക്ക് അന്വേഷിക്കൂ ഉത്തരത്തിനായിട്ട്. അന്നേരം നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, റിച്ചാർഡിന് ആധ്യാത്മികമായിട്ട് ഒരു പരിശീലനവും ലഭിച്ചില്ല.
പക്ഷേ ആ ആത്മാവ് സാധാരണ വ്യക്തിയല്ല. റിച്ചർഡ് എന്ന് പറയുന്ന ആത്മാവ് സാധാരണ വ്യക്തി അല്ലാത്തതുകൊണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നൊരു ആത്മീയ അന്വേഷണമുണ്ട്. അന്നേരം കുട്ടിക്കാലത്ത് ഈ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ ലഭിച്ചു കഴിഞ്ഞാൽ കുട്ടികളുടെ ഉള്ളിൽ എത്രത്തോളം നല്ല മാറ്റം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അന്നേരം ഇവിടെ ഈ കുട്ടി റിച്ചർഡ് 14 വയസ്സുള്ള അദ്ദേഹം ഓരോരോ പാട്ടുകളിൽ നിന്നും തത്വങ്ങളെ ഉള്ളിൽ സ്വീകരിക്കുകയാണ്. എന്നിട്ട് എന്താ പറഞ്ഞത്? നിന്റെ ചോദ്യത്തിൻ്റെ ഉത്തരം നിന്റെ ആത്മാവിനോട് ചോദിക്കുവാണ്. അങ്ങനെ അദ്ദേഹം എന്തൊക്കെയോ ഉറപ്പിച്ചു. അങ്ങനെ 60കളിലേക്ക് എത്തിയപ്പോൾ പൊതുവെ ഒരു വിപ്ലവം നടക്കുമായിരുന്നു അമേരിക്കയിൽ. എന്താണ്? പൊതുവെ സമൂഹത്തിൽ നടക്കുന്ന അനീതി അധർമ്മത്തിനെതിരെ പൊതുവെ യുവാക്കളെല്ലാവരും ഒത്തുകൂടി എതിർക്കുന്ന ഒരു രീതിയിലായിരുന്നു. മുടി വളരെ നീട്ടി വളർത്തുക, എന്നിട്ട് കഞ്ചാവ് അടിക്കുക, അതായത് അച്ഛനും അമ്മയും പറയുന്നതിനെതിരെ നിൽക്കുക. കാരണം അവരെപ്പോഴും ഭൗതികതയിൽ മുങ്ങി നിൽക്കുകയാണെന്ന്, എന്നിട്ട് അതിലൂടെ സമൂഹത്തിലുള്ള മറ്റു മനുഷ്യരെ പോലും ദ്രോഹിക്കുകയാണ് എന്നുള്ള രീതിയിലായി. പക്ഷേ റിച്ചർഡ് എന്ന് പറയുന്നത് ആരെയും വിഷമിപ്പിക്കുന്ന അദ്ദേഹത്തിന് ഇഷ്ടമല്ലായിരുന്നു. അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും ഗുസ്തി മത്സരത്തിൽ നിന്നും ടീമിൽ നിന്ന് പുറത്താകണമെന്ന് ആഗ്രഹമുണ്ടാണ്. പക്ഷേ കോച്ചിനെയോ മറ്റു ടീം അംഗങ്ങളെയോ വിഷമിപ്പിക്കുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമല്ല. സ്കൂളിലെ എല്ലാവരും ആഗ്രഹിച്ചു അദ്ദേഹം എങ്ങനെയെങ്കിലും ചാമ്പ്യൻഷിപ്പിലേക്ക് എത്തണം എന്ന് വിചാരിച്ചു. എന്നിട്ട് ഒരിക്കൽ കോച്ച് പറയുകയും ചെയ്തു, ഈ അദ്ദേഹത്തെ എല്ലാവരും കുട്ടിസ്വാമി എന്നായിരുന്നു. ഈ കുട്ടിസ്വാമി ഒരിക്കൽ ജയിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇവൻ പിന്നെ പുലിയെ പോലെയാണ്, നിഷ്പ്രയാസം മുന്നിലുള്ള ആളിനെ മലർത്തിയടിക്കുന്നത്. പക്ഷെ ഇപ്പോൾ അവൻ്റെ മനസ്സ് ഇവിടെയല്ല എന്ന് കോച്ച് പറഞ്ഞു. അതേപോലെ തന്നെയായിരുന്നു റിച്ചർഡിൻ്റെ മനസ്സ് ഉറച്ചു നിൽക്കുന്നില്ലായിരുന്നു. റിച്ചർഡ് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, എനിക്കൊരു മാർഗം കാണിച്ചു തരണേ ഈശ്വരാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മത്സരത്തിൽ വെറും 5 സെക്കൻഡ് കൊണ്ട് മത്സരം തുടങ്ങി 5 സെക്കൻഡിനുള്ളിൽ റിച്ചർഡ് എതിരാളിയെ മലർത്തിയടിച്ചു എന്നതാണ്. ഇത് കണ്ടപ്പോൾ കണ്ടുകൊണ്ടിരുന്ന എല്ലാവരും ആകാംക്ഷയോടുകൂടി രോമാഞ്ചത്തോടുകൂടി എഴുന്നേറ്റ് അദ്ദേഹത്തെ അഭിനന്ദിക്കാൻ തുടങ്ങി. പക്ഷേ ഇദ്ദേഹം ഏകദേശം എന്തോ ബോധം കെട്ട് വീണ ഒരു അവസ്ഥയിലായി. കാരണം ഇദ്ദേഹത്തിൻ്റെ തോൾ ഭാഗത്ത് എന്തോ ഒരു ഇഞ്ചറി പറ്റി, മുറിവ് പറ്റി എന്ന് തോന്നി. എന്നിട്ട് എല്ല് അവിടെ നിന്ന് ഡിസ്ലൊക്കേറ്റായി എന്ന് അദ്ദേഹത്തിന് തോന്നി. ആ വേദന ശരീരം മൊത്തത്തിൽ ബാധിച്ചു. അന്നേരം തോള് അവിടെ നിന്ന് ഡിസ്ലൊക്കേറ്റായി. അതാണ് സംഭവിച്ചത്. ആ സമയത്ത് അതോടുകൂടി ഗുസ്തിയിൽ നിന്ന് അദ്ദേഹത്തിന് വിരമിക്കാൻ പറ്റി. അത് പൊതുവെ ബാക്കിയുള്ളവരെല്ലാം വലിയ വിഷമത്തോടു കൂടിയാണ് അതിനെ കണ്ടതെങ്കിലും ഇദ്ദേഹത്തിന് വലിയ സന്തോഷമായി. കാരണം ആ ഗുസ്തിയോടുള്ള താല്പര്യം ഇദ്ദേഹത്തിന് കുറഞ്ഞു. എന്നിട്ട് ഇദ്ദേഹം ഈശ്വരനോട് നന്ദി പറഞ്ഞു. ഈശ്വര, അങ്ങയുടെ കാരണത്താൽ എനിക്ക് ആരെയും വിഷമിപ്പിക്കാതെ അതിൽ നിന്ന് പുറത്തു വരാൻ കഴിഞ്ഞല്ലോ എന്ന്. അങ്ങനെ അടുത്തൊരു അധ്യായം കഴിഞ്ഞിരിക്കുകയാണ്. ഇത് നമുക്ക് വൈകുന്നേരത്തെ എടുത്താലോ അതോ ഒരു ഭാഗം കൂടെ എടുക്കണോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടോ? ഒരു രസകരമല്ലേ? ഒരു അധ്യായം കൂടെ എടുക്കുന്നോ അതോ വൈകുന്നേരത്തെ എടുക്കുന്നോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ജയ് രാധാ മാധവ ജയ് കുഞ്ച വിഹാരി. ഒരു അധ്യായം കൂടെ എടുക്കാം അല്ലേ? അന്നേരം
റിച്ചർഡ് പറയുന്നു റിച്ചർഡിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഗ്യാരി. നമ്മൾ കുട്ടിക്കാലം മുതലേ കേൾക്കുന്ന പേരാണ് ഗ്യാരിയുടെ. എന്നിട്ട് ഇവിടെ റിച്ചർഡ് പറയുന്നു ഈ ഗ്യാരിയായിട്ടുള്ള സൗഹൃദം മുന്നോട്ട് വലിയൊരു അത്ഭുതത്തെ സൃഷ്ടിക്കാൻ പോവുകയാണ്. ഗ്യാരിയായിട്ടുള്ള സൗഹൃദം എപ്പോഴും വലിയൊരു സാഹസികമായിട്ടുള്ള യാത്രയാണ് എന്ന് പറഞ്ഞു. ഗ്യാരി പൊതുവെ സമൂഹത്തിൽ നിന്നെല്ലാം സമൂഹത്തിൻ്റെ അനീതി അധർമ്മത്തിനും എതിരെ എതിർത്ത് നിൽക്കുന്ന വ്യക്തിയാണ്. അങ്ങനെ ഒരു ദിവസം ഗ്യാരിയും റിച്ചർഡും കൂടെ കാലിഫോർണിയയിലേക്ക് ഈ എന്തു പറയുന്ന അവധിക്കാലത്ത് പോയി. എന്നിട്ട് അവിടെയൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കുമായിരുന്നു. പുതിയ പുതിയ ആൾക്കാരെയൊക്കെ കണ്ടു. എന്നിട്ട് അപ്പോൾ അമേരിക്കയിൽ നടക്കുന്ന തെറ്റായിട്ടുള്ള ജീവിത രീതികൾക്കൊക്കെ എതിരെ നിൽക്കുന്ന അങ്ങനെ ഒരു കൂട്ടം ആൾക്കാരെ കണ്ടു. അങ്ങനെ 1969 അന്നേരം ഈ ഡേറ്റ്സ് ഒക്കെ ഒന്ന് ആലോചിച്ച് വെക്കണം. എന്തിനാണെന്നറിയാം, 1965 പ്രഭുപാദ് അമേരിക്കയിലുണ്ട്. 69 ആയപ്പോഴത്തേക്ക് ഇസ്കോൺ നന്നായി ലോകമെമ്പാടും വ്യാപിച്ചു കഴിഞ്ഞു. പക്ഷെ എന്നിട്ട് റിച്ചർഡ് പ്രഭുപാദ് അമേരിക്കയെ വെച്ചല്ല കാണുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്രമാത്രം അദ്ദേഹത്തിന് ബുദ്ധിമുട്ടേണ്ടി വന്നു ഗുരുവിനെ കാണാൻ വേണ്ടി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അന്നേരം ഗുരുവായിട്ടുള്ള ഒരു സമ്പർക്കം അത് വലിയൊരു ഭാഗ്യമാണ് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അന്നേരം 1969 റിച്ചർഡ് ഫ്ലോറിഡയിലുള്ള ഒരു കോളേജിൽ പഠിക്കുകയായിരുന്നു. അവിടെ ഗ്യാരിയും പഠിക്കുകയായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ സാഹസികതയോട് വലിയ താല്പര്യമായിരുന്നു. ബാക്കി പയ്യന്മാരും അതേപോലെ തന്നെ. പക്ഷേ ആത്മീയമായിട്ടുള്ളൊരു അന്വേഷണം സാഹസികതയെ കാട്ടിയും കൂടുതൽ ശക്തമായിരുന്നു. ഓരോ ദിവസം കഴിയുന്തോറും ആത്മീയ അന്വേഷണത്തെ വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ അദ്ദേഹത്തിനൊരു ഗ്രന്ഥം കിട്ടി. ഈ ലോകത്തെ മഹത്തായിട്ടുള്ള മതങ്ങൾ എന്നുള്ളൊരു ഗ്രന്ഥം കിട്ടി. അതിൽ ഓരോ വാക്കുകളും ഇദ്ദേഹം വളരെ ശ്രദ്ധിച്ചു വായിച്ചു. അങ്ങനെ അതിൽ ഒരു ഭാഗത്ത് ആ ഗ്രന്ഥത്തിൻ്റെ ഇതിൽ ഓം എന്ന മന്ത്രത്തെ അദ്ദേഹത്തിന് കിട്ടി. എങ്ങനെ ധ്യാനിക്കാം എന്നൊരു ഭാഗം അദ്ദേഹം വായിച്ചു. അങ്ങനെ അദ്ദേഹം ഓം ഉച്ചാരണത്തിലൂടെ ധ്യാനിക്കാൻ പഠിച്ചു. അങ്ങനെ അദ്ദേഹം ധ്യാനിച്ചപ്പോൾ മുതൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് തോന്നുകയാണ്, ഇത് എനിക്ക് നേരത്തെ അറിയാവുന്ന കാര്യമായിരുന്നു, ഞാൻ ഇതിനു മുമ്പേ ഞാനിത് ചെയ്തതാണ് എന്നൊരു പ്രതീതി അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ തോന്നി. അങ്ങനെ ഒരു രാവിലെ അദ്ദേഹം കോളേജിൽ ഒരു പരസ്യം കണ്ടു, ഒരു പോസ്റ്റർ. അതിൽ കണ്ടു ഒരു ധ്യാനത്തിനെ കുറിച്ചുള്ള ഒരു പോസ്റ്ററായിരുന്നു. അവിടെ നല്ല നീണ്ട താടിയുള്ള ഒരു വ്യക്തി ഒരു യോഗിയുടെ ശിഷ്യനാണ്. അദ്ദേഹം പല പല ക്ലാസ്സുകളും എടുക്കുകയായിരുന്നു. അങ്ങനെ ആ ഒരു ധ്യാന ശിബിരത്തിൽ ഇദ്ദേഹം പങ്കെടുത്തു. ഇദ്ദേഹത്തെ റിച്ചർഡിനെ ഹോളിവുഡിലേക്ക് വിളിച്ചു, ഫ്ലോറിഡയിൽ. അവിടെ പല പല ധ്യാനത്തിൻ്റെ മന്ത്രങ്ങൾ നിനക്ക് പറഞ്ഞു തരാം എന്ന് പറഞ്ഞു. അവിടെ എത്തിയപ്പോൾ ആ വ്യക്തി പറഞ്ഞു, നീ $35 തരിക, എന്നിട്ട് ഒരു പുഷ്പം ഒരു തുണിയും കൂടെ വയ്ക്കാൻ പറഞ്ഞു. ഒരു തുണി എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഒരു കർച്ചീപ്പിൻ്റെ മുകളിൽ ഒരു പുഷ്പവും വയ്ക്കുക, $35 വയ്ക്കുക, നിനക്കായിട്ടൊരു രഹസ്യ മന്ത്രം ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു രഹസ്യ മന്ത്രം ഇദ്ദേഹം പറഞ്ഞു കൊടുത്തു. അങ്ങനെ എല്ലാ ദിവസവും ധ്യാനം റിച്ചർഡിൻ്റെ
ചര്യയിലെ ഒരു ഭാഗമായിട്ട് മാറി, ദിനചര്യയിലെ ഒരു ഭാഗമായിട്ട് മാറി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ആത്മീയ അന്വേഷണം മെല്ലെ മെല്ലെ ശക്തമാകാൻ തുടങ്ങി. പക്ഷെ അതേ സമയത്ത് സമൂഹത്തിൽ നടക്കുന്ന ഈ അനീതി അധർമ്മത്തിനെ കുറിച്ചുള്ള ഒരു വിഷമവും അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അന്നേരം അദ്ദേഹം റിച്ചാർഡ് മുടിയൊക്കെ നീട്ടി വളർത്തി, താടിയും വളർത്തി. കാരണം അത് അന്നത്തെ കാലത്ത് സമൂഹത്തിൽ നടക്കുന്ന അനീതിക്ക് എതിരെയുള്ള ഒരു എതിർപ്പാണ് പ്രകടിപ്പിക്കുന്നത്. കാരണം വിദേശികൾ എപ്പോഴും ക്ലീൻ ഷേവായിട്ടിരുന്ന് മുടിയൊക്കെ അധികം വളർത്താറൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ആ ഒരു കൾച്ചറിനെതിരെ ഉള്ള ഒരു രീതിയായിരുന്നു 60കളിൽ നടന്നുകൊണ്ടിരുന്നത്. അന്നേരം റിച്ചാർഡും അതേപോലെ മുടിയൊക്കെ നീട്ടി വളർത്താൻ തുടങ്ങി. അങ്ങനെ മുടി നീട്ടി വളർത്തുമ്പോൾ അങ്ങനെയുള്ള എല്ലാ യുവാക്കളോടും അവിടെ പൊതുവെയുള്ള സാധാരണ അമേരിക്കക്കാർക്കൊരു ദേഷ്യം തുടങ്ങി. യുവമാരൊക്കെ കള്ളും കുടിച്ച് ഇദ്ദേഹം കള്ളും കഞ്ചാവൊന്നും അടിക്കത്തില്ലായിരുന്നു. പക്ഷെ എന്നാലും എല്ലാവർക്കും എതിർപ്പ് തോന്നും. പക്ഷെ ആൾക്കാരങ്ങനെ എതിർത്തപ്പോൾ ഇദ്ദേഹത്തിന് കൂടുതൽ സന്തോഷമായിരുന്നു. കാരണം ഇദ്ദേഹത്തിന് അംഗീകാരം, ബഹുമതി അതൊന്നും ഇഷ്ടമല്ലായിരുന്നു. എന്നാൽ ഇദ്ദേഹത്തിന് പൊതുവെ അതൊരു സംതൃപ്തി നൽകി എന്ന് പറയുന്നു. പക്ഷെ അതേ സമയത്ത് ഇദ്ദേഹത്തിന് തോന്നി, എന്നെ വെറുക്കുന്ന വ്യക്തിയെ ഞാനും വെറുക്കുകയാണെങ്കിൽ എൻ്റെ ഉള്ളിലും അതേ വെറുപ്പ് തന്നെയല്ലേ ഉള്ളത് എന്ന് വിചാരിച്ചു. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം തീരുമാനിച്ചു, യഥാർത്ഥത്തിൽ ഈശ്വരൻ ആരാണ്? ഈ വ്യത്യസ്ത രീതിയിൽ എല്ലാവരും ഈശ്വരനെ കുറിച്ച് പറയുന്നു. യഥാർത്ഥത്തിൽ ഈശ്വരൻ ആരാണ്? ഇതിൽ തമ്മിൽ എന്തെങ്കിലും ഒരു ഐക്യമുണ്ടോ? എല്ലാവരും ഈശ്വരനെ കുറിച്ച് പറയുന്നു. ആ ഈശ്വരൻ, ഈ എല്ലാ മതങ്ങളുടെയും ഐക്യം എന്താണ് എന്ന് ഇദ്ദേഹം അന്വേഷിച്ചു തുടങ്ങി. അങ്ങനെ കോളേജിൽ ഇദ്ദേഹം സൈക്കോളജി പഠിക്കാൻ തുടങ്ങി. പക്ഷെ എന്നാലും ധ്യാനവും മ്യൂസിക്കുമായിരുന്നു, സംഗീതമായിരുന്നു ഇദ്ദേഹത്തിൻ്റെ പ്രധാന ഇഷ്ട വിഷയം. അങ്ങനെ കോളേജിൻ്റെ അടുത്ത് തന്നെ വളരെ അന്നത്തെ കാലത്തെ അമേരിക്കയിലുള്ള പ്രധാനപ്പെട്ട ഒരു സംഗീത വിദ്വാനായിരുന്നു. അദ്ദേഹം അവിടെ വരുമായിരുന്നു. അന്നേരം അദ്ദേഹത്തിൻ്റെ ഒരു മ്യൂസിക് ബാൻഡ് അവിടെ ഉണ്ടായിരുന്നു. ആളുടെ പേര് ജിമ്മി എന്നായിരുന്നു. അന്നേരം റിച്ചാർഡിന് ജിമ്മിയെ വലിയ ഇഷ്ടമായിരുന്നു. അങ്ങനെ ഇവർ തമ്മിൽ നല്ല സൗഹൃദത്തിലായിരുന്നു. അങ്ങനെ ഒരിക്കൽ ആ ജിമ്മി ഇദ്ദേഹത്തിന് ഒരു ഹാർമോണിക്ക കൊടുത്തു. ഹാർമോണിക്ക എന്ന് പറഞ്ഞാൽ ഈ മൗത്ത് ഓർഗൻ എന്ന് പറയത്തില്ല, ഇങ്ങനെ വായിക്കുന്നത്, അത് കൊടുത്തു. അന്നേരം ഇദ്ദേഹം പറഞ്ഞു, എനിക്ക് സംഗീതം അറിയത്തില്ല എന്ന് പറഞ്ഞു. അത് പറഞ്ഞു, അത് പ്രശ്നമില്ല എന്ന് പറഞ്ഞു, അത് നിന്റെ ഹൃദയത്തിൽ സംഗീതം ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ റിച്ചാർഡിന് ജീവിതത്തിൻ്റെ ഒരു പങ്കാളിയെ പോലെയായിരുന്നു ഈ ഹാർമോണിക്ക. അന്നേരം എല്ലാ ദിവസവും ഹാർമോണിക്ക വായിക്കുക, ധ്യാനം ചെയ്യുക, മെഡിറ്റേഷൻ, ഓം ഉച്ചരിച്ചുകൊണ്ട്, അതൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ദിനചര്യ. അതേസമയത്ത് കോളേജിൽ ആഫ്രിക്കൻ വംശജരായിട്ടുള്ള കുറേ കുട്ടികളുമായിട്ട് ഇദ്ദേഹത്തിന് സൗഹൃദമായി. അവരുമായിട്ട് പ്രത്യേകിച്ച് ഇവിടെ ആ സമയത്ത് തന്നെ ആ കുട്ടികൾക്ക് അറിയാവുന്ന ഒരു വൃദ്ധയായിട്ടുള്ള ഒരു സ്ത്രീയായിട്ടും ഇദ്ദേഹത്തിന് സൗഹൃദമായി. ആ സ്ത്രീ ആണെങ്കിൽ മാർട്ടിൻ ലൂതർ കിങ്, അതായത് ഞാൻ പറഞ്ഞില്ലേ, കറുത്ത വംശജർക്കെതിരെയുള്ള അനീതിക്കെതിരെ ഏറ്റവും കൂടുതൽ പോരാടിയ ഒരു വ്യക്തിയാണ്. അന്നേരം അദ്ദേഹത്തിൻ്റെ വളരെ അടുത്തുള്ള ഒരാളായിരുന്നു ഈ സ്ത്രീ എന്ന് പറയുന്നത്. ഈ സ്ത്രീയും എപ്പോഴും കറുത്ത വംശജരുടെ അവകാശത്തിന് വേണ്ടി പോരാടിക്കൊണ്ടേയിരുന്നു. ഏകദേശം 40 കഴിഞ്ഞു. എന്നിട്ട് റിച്ചാർഡ് ആണെങ്കിൽ 18 വയസ്സേ ഉള്ളൂ. അതുകൊണ്ട് റിച്ചാർഡ് എപ്പോഴും ആ സ്ത്രീയെ അമ്മയെന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ട് ആ സ്ത്രീയും റിച്ചാർഡിനെ മകനെ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ആ അമ്മയായിട്ടുള്ള ബന്ധം വളരെ അടുപ്പത്തിലായി.
അന്നേരം ആ സ്ത്രീ എപ്പോഴും ഇദ്ദേഹത്തിൻ്റെ ആ കറുത്ത വംശജർക്കെതിരെ നടക്കുന്ന അനീതിയെക്കുറിച്ചും അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ എപ്പോഴും ചിന്തിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ അന്നേരം അങ്ങനെ ഈ കൂടുതലും ഇവർ ഈ എന്താ പറയുന്നത് സമരത്തിനൊക്കെ പോകുന്ന സമയത്തിന് എല്ലാവരും അതിൽ സമരത്തിൽ നിൽക്കുന്ന എല്ലാവരും കറുത്ത ബ്ലാക്ക്സ് ആയിട്ടുള്ള ആൾക്കാരാണ്. അന്നേരം ഇവിടെ ഞാൻ ബ്ലാക്ക് എന്ന് പറയുന്നത് നിറത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, അന്ന് നടന്ന അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുകയാണ്. അന്നേരം ഈ സമരത്തിൽ നടക്കുമ്പോൾ എല്ലാവരും ഈ ആഫ്രിക്കക്കാരാണ്. പക്ഷെ അതിൻ്റെ ഇടയിൽ ഇദ്ദേഹം എന്താ പറയുന്നത് റിച്ചർഡ് അമേരിക്കക്കാരനായിട്ടുള്ള ഇദ്ദേഹം ഉണ്ടായിരുന്നുള്ളൂ. അന്നേരം അത് കാണുമ്പോൾ ഈ അമ്മയ്ക്ക് വലിയ സന്തോഷമായിരുന്നു. അതായത് ഒരു അമേരിക്കക്കാരനായിട്ടും നമ്മൾ ആഫ്രിക്കക്കാരുടെ അവകാശത്തിന് വേണ്ടി പോരാടാൻ ഇവനും വന്നല്ലോ എന്ന് പറഞ്ഞു. എന്നിട്ട് റിച്ചർഡിനെ കണ്ടതുകൊണ്ട് തന്നെ ഒരുപാട് സന്തോഷമായി എല്ലാവർക്കും, ആഫ്രിക്കൻ വംശജർക്കൊക്കെ. പക്ഷെ അതേ സമയത്ത് അമേരിക്കക്കാർക്ക് വലിയ ദേഷ്യമായി റിച്ചർഡിനോട്. ചിലവരാണെങ്കിൽ കല്ലെറിയാൻ തുടങ്ങി. അങ്ങനെ സമരം ചെയ്യുന്ന എല്ലാവർക്കും എതിരെ പോലീസുകാർ പ്രശ്നങ്ങളൊക്കെ വടിയെടുത്ത് അടിക്കുകയും അങ്ങനെയൊക്കെ ഉണ്ടായി. പക്ഷെ എന്നിട്ടും ഇവർ അതിനുവേണ്ടി പോരാടി. റിച്ചർഡും അതിൽ പങ്കെടുത്തു നിന്നു. അന്നേരം അവര് ഹിംസ ഉപയോഗിച്ചപ്പോഴും ഇവർ പറയും നമ്മൾ ഒരിക്കലും ഹിംസ ചെയ്യാൻ പാടില്ല എന്ന്. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ സ്ത്രീ റിച്ചർഡിനോട് ചോദിച്ചു, മോനെ നിനക്ക് ഇഷ്ടപ്പെട്ടോ ഈ ഒരു പോരാട്ടം എന്നൊക്കെ ചോദിച്ചു. റിച്ചർഡ് പറഞ്ഞു തീർച്ചയായിട്ടും എന്ന് പറഞ്ഞു. ഇങ്ങനെയായിരുന്നു റിച്ചർഡിൻ്റെ ചെറുപ്പകാലം. പക്ഷെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ കറുത്ത വംശജരുടെ ഈ ഗ്രൂപ്പിലുള്ള കുറച്ച് കറുത്ത വംശജർ തന്നെ റിച്ചർഡിനെ കുറേ കുറ്റം പറഞ്ഞു. ഒരു നാണം ഇല്ലാതെ ഇവർ കണ്ടോ നമ്മുടെ ഈ സമരത്തിലും പങ്കെടുക്കുന്നതിനുണ്ട്. ഇതൊക്കെ കേട്ടപ്പോൾ അവർക്ക് ഒരുപാട് വിഷമമായി. എന്നിട്ട് അവർ പറഞ്ഞു, മോനെ നീ ഇവിടുന്ന് പോകണം, ഞാൻ കാരണം നീ ഒരു വിഷമത്തിലാകരുത് എന്ന് പറഞ്ഞു. അങ്ങനെ റിച്ചർഡ് ആ ഒരു പോരാട്ടത്തിൽ നിന്നും മാറുകയാണ്. അന്നേരം റിച്ചർഡ് ചിന്തിക്കുകയാണ്, കറുത്ത വംശജരെ അമേരിക്കക്കാര് ഒരുപാട് അകറ്റി നിർത്തുന്നു. എന്നിട്ട് ഞാൻ അവരുടെ കൂട്ടത്തിൽ നിന്നിട്ടും അവരെന്നെ അകറ്റി നിർത്തുകയാണ്. അന്നേരം രണ്ട് ഭാഗത്തും തെറ്റുണ്ടെന്ന് ആര് പറയുന്നു? റിച്ചർഡ് ചിന്തിച്ചു. അങ്ങനെ ഏകദേശം 1 വർഷം കഴിഞ്ഞു. അതിനുശേഷം പിന്നെ അവധിക്കാലം എത്തി. അങ്ങനെ അവധിക്കാലം എത്തിയപ്പോൾ റിച്ചർഡ് തീരുമാനിച്ചു ന്യൂയോർക്കിലേക്ക് പോയി അദ്ദേഹത്തിൻ്റെ വളരെ അടുത്തുള്ളൊരു സുഹൃത്തിനെ കാണാൻ. അങ്ങനെ 3 മണിക്കൂർ യാത്രയിലൂടെ അവിടെ എത്തി എന്നുള്ളതാണ്.
അന്നേരം ഇവിടെ തുടർച്ചയായിട്ട് റിച്ചേർഡിൻ്റെ ആ ഒരു സമയത്തെയാണ് ഇവിടെ വർണ്ണിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ന്യൂയോർക്കിൽ അദ്ദേഹം പോയി. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ന്യൂയോർക്കിൽ പോയി അവിടെയുള്ള ഒരു സുഹൃത്തിനെ കാണാൻ വേണ്ടി. അവിടെ എന്തോ ഒരു ഉത്സവം നടക്കുന്നതായിട്ട് ഇദ്ദേഹത്തിന് അറിയപ്പെട്ടു. അവിടെ ഒരുപാട് മ്യൂസിക് ബാൻഡ് ആൾക്കാരൊക്കെ, എന്നാൽ ഇദ്ദേഹത്തിന് മ്യൂസിക് വലിയ ഇഷ്ടമായിരുന്നു റിച്ചേർഡ്. അങ്ങനെ ഒരു മ്യൂസിക് സമ്മേളനം നടക്കുന്നു എന്നറിഞ്ഞിട്ട് റിച്ചേർഡ് അവിടെ എത്തുകയാണ്. അന്നേരം റിച്ചേർഡിന് ഇഷ്ടപ്പെട്ട അദ്ദേഹത്തിൻ്റെ പാട്ടുകാരൻ ജിമ്മി അവിടെ സ്റ്റേജിൽ പാടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത്, ഇനിയുള്ള ഭാഗം ശ്രദ്ധിക്കണം കേട്ടോ, അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു അമേരിക്കക്കാരൻ തലയൊക്കെ ഷേവ് ചെയ്ത് അവിടെ ഒരു ചെറുപ്പക്കാരൻ വരികയാണ്. അദ്ദേഹം വെളുത്ത വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്. അന്നേരം അദ്ദേഹത്തെ കണ്ടപ്പോൾ റിച്ചർഡിന് തോന്നി, ഇത് വളരെ വിചിത്രമായിട്ടുള്ള ഒരു സ്വാമിയെ പോലെ ഉണ്ടല്ലോ എന്ന്. അന്നേരം ഒന്നും പറയാതെ അദ്ദേഹം കയ്യിലിരിക്കുന്ന ഒരു ചെറിയൊരു നോട്ടീസ് റിച്ചർഡിനെ കൊടുത്തു. എന്നിട്ട് എന്തെങ്കിലും ഒരു ഡൊണേഷൻ തരാൻ അഭ്യർത്ഥിച്ചു. ഉടൻ തന്നെ റിച്ചർഡ് പറഞ്ഞു, എൻ്റെ കയ്യിൽ കാശൊന്നുമില്ല. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേറൊരു വ്യക്തി വന്നുണ്ട്. എന്നിട്ട് കഞ്ചാവ് വിൽക്കാനായിട്ട് റിച്ചർഡിൻ്റെ അടുത്ത് വന്നു. അങ്ങനെ രണ്ടുപേരും തമ്മിൽ തർക്കമായി. അതായത് ഒന്ന്, ഈ വെളുത്ത വസ്ത്രം ധരിച്ച ആള് ഒരു നോട്ടീസ് കാണിച്ചിട്ട് ഒരു ഡൊണേഷൻ ചോദിച്ചു. അതേസമയത്ത് കഞ്ചാവ് വിൽക്കാനും വേറെ ഒരാൾ വന്നു. അങ്ങനെ അന്നേരം രണ്ടുപേരോടും പറഞ്ഞു, എൻ്റെ കാശില്ല. എന്നിട്ട് അവസാനം ഇവർ രണ്ടുപേരും തമ്മിൽ തർക്കമായി. പക്ഷെ ഈ നോട്ടീസ് തിരിച്ചു കൊണ്ടുപോകാൻ ആ വെളുത്ത വസ്ത്രം ധരിച്ച അമേരിക്കക്കാരൻ, സ്വാമി വേഷത്തിലിരുന്ന ആള് മറന്നുപോയി. അത് നല്ലപോലെ നോക്കിയില്ല. റിച്ചർഡിന് നോക്കാൻ സമയം കിട്ടിയില്ല. അത് ബാഗിലെടുത്ത് വെച്ചു. അന്നേരം ഈ ഒരു നോട്ടീസ് നിങ്ങളെല്ലാവരും ഓർക്കണം. ഇത് ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൻ്റെ നോട്ടീസാണ്. അതിൽ പ്രഭുപാജിയെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. ഒന്നാലോചിച്ചു. അന്നേരം ആ നോട്ടീസ് അന്ന് ഈ റിച്ചർഡ് വായിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് ഇത്രയും വലിയൊരു യാത്ര ചെയ്യേണ്ടി വരത്തില്ലായിരുന്നു. അന്നേരം ഒന്ന് ആലോചിച്ച് നോക്കണം, നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിന് വേണ്ടി നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ എത്ര പ്രധാനപ്പെട്ടതാണ് നമ്മൾ മനസ്സിലാക്കുക. ഇത് തീർച്ചയായിട്ടും ഇത് റിച്ചർഡിൻ്റെ ജീവിതത്തിൽ, പരംപൂജ്യ രാംനാഥ് സ്വാമി മഹാരാജിൻ്റെ ജീവിതത്തിൽ നടന്ന എല്ലാം അത് ഭഗവാന്റെ പ്ലാനിങ് തന്നെയാണ്. പക്ഷേ നമ്മൾ ഇതിൽ നിന്ന് പഠിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ആ വെള്ള വസ്ത്രത്തിൽ ഇരുന്നത് ഇസ്കോണിലെ തന്നെ ഒരു ഭക്തനാണ്, പ്രഭുപാജിയുടെ ശിഷ്യനാണ്. അന്നേരം പ്രഭുപാജിയുടെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്, അതിൽ വരണം, അതിനായിട്ട് എന്തെങ്കിലും ഒരു സംഭാവന പറ്റുമെങ്കിൽ തരൂ എന്ന് പറഞ്ഞിട്ടാണ് നോട്ടീസ് കൊടുക്കാൻ വന്നത്. അന്നേരം ഒന്ന് ആലോചിച്ച് നോക്കണം, ഒരാളെ ഭക്തിയിൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ എത്ര വലിയ കാര്യമാണ് നോക്കണേ. അതാണ് ഞാനും പല പ്രാവശ്യവും സത്സംഗത്തിനെക്കുറിച്ച് മറ്റുള്ളവരോട് പറയൂ. ഇനിയിപ്പോൾ രാധാഷ്ടമി വരുവാണ്, രാധാഷ്ടമിയെക്കുറിച്ച് മറ്റുള്ളവരോട് പറയൂ. അന്നേരം അതൊക്കെ പറയുന്ന സമയത്ത് ആ മുന്നിലുള്ള വ്യക്തി അതിൽ വരാൻ തയ്യാറായാലും ഇല്ലെങ്കിലും, അതിനായിട്ട് എന്തെങ്കിലും സംഭാവന നൽകിയാലും ഇല്ലെങ്കിലും, നമുക്കൊരു അവസരമാണ് അവരുമായിട്ട് ഭഗവാനെക്കുറിച്ചും രാധാറാണിയെക്കുറിച്ചും പറയാൻ കിട്ടുന്നത്. കാരണം അതിലൂടെ ആ വ്യക്തിയുടെ ജീവിതം തന്നെ ഒരു നല്ല ദിശയിലേക്ക് മാറുന്നുണ്ട്. അന്നേരം ഈ ഒരു നോട്ടീസാണ് പിന്നെ പ്രഭുപാജിയായിട്ട് റിച്ചർഡിനെ കണക്ട് ചെയ്യിപ്പിക്കുന്നത്. അതാലോചിച്ചു. അന്നേരം ഇനി നമുക്ക് ഇന്ന് വൈകുന്നേരത്ത് കാണാം ബാക്കി എന്താണ് സംഭവിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് എല്ലാ ഭക്തജനങ്ങൾക്കും ശ്രീമതി രാധാറാണിയുടെയും ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ.